ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു അയലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറൊക്കെ ഉള്ളൊരു മീനാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടി പാത്രം അടുപ്പിൽ വെച്ചു. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ അയലയൊക്കെ തേച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും മീൻ ഇടുന്നതിൻ്റെ കിട്ടുമല്ലോ വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് എടുക്കാതിരുന്നത്. ഇത് കടുകൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഏകദേശം പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കറിവേപ്പില, ഒരു 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. അപ്പോൾ അതും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇത്തവണ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഞാൻ എല്ലാ തവണയും മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഇത്തവണ കോട്ടയം സ്റ്റൈൽ കറി ആയതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കാത്തത്. കോട്ടയം സൈഡിലോട്ട് ആരും തന്നെ അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല, എന്നാൽ ചേർക്കുന്നവരും ഉണ്ട്. അപ്പം പൊടിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേന് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു അല്പം അതായത് കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അതൊരു കുഴമ്പ് രൂപത്തിൽ ആ പൊടികളെല്ലാം വരും. അതുപോലെ കുഴമ്പ് രൂപത്തിൽ വന്ന് എണ്ണയൊക്കെ ഒന്ന് നല്ലവണ്ണം തെളിഞ്ഞ് വരുമ്പോഴത്തേനാണ് ഞാൻ ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതുവരേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ വഴറ്റി വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വഴറ്റി അങ്ങനെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. കാരണം നമുക്ക് കുറച്ചൊരു കുറുകിയ ചാറും കൂടെ കിട്ടും കേട്ടോ. അതുപോലെ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വരുമ്പോഴത്തേന് ആ പൊടികളുടെ പച്ച മണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടും ചാറിന്. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ എത്ര സമയമെടുത്ത് കുക്കിംഗ് ചെയ്യുന്നോ അത്രയും സമയത്തിനനുസരിച്ച് തന്നെ നമ്മുടെ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ല, തീയൊക്കെ കൂട്ടിയിട്ട് കറികളൊക്കെ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു ടേസ്റ്റേ കിട്ടത്തുള്ളൂ. നമ്മൾ കൂടുതലും കുക്കിങ്ങിൽ ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ 2 വലിയൊരു കുടംപുളി ഞാൻ കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് ഉപ്പും പുളിയൊക്കെ ഏകദേശം ആ ചാറിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ചാറൊക്കെ വറ്റി നല്ല കണ്ടോ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അയലക്കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.